പ്രിയ സജ്ജനങ്ങളെ, നമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് ധ്രുവനെ കുറിച്ചാണ്. ശ്രീരാമോ ഭരതകൃഷ്ണോ ഭീഷ്മോ ധർമ്മസ്തദാർജുന മാർക്കണ്ഡേയോ ഹരിശ്ചന്ദ്ര പ്രഹ്ലാദോ നാരദോ ധ്രുവൻ. നക്ഷത്രങ്ങളിൽ ധ്രുവ നക്ഷത്രം ഏറ്റവും സ്ഥിരമായുള്ളതും ഉയർന്നതുമാണ്. ഭക്തന്മാരിൽ ധ്രുവനും അങ്ങനെ തന്നെ. സ്വയംഭൂ മനുവിൻ്റെ പുത്രൻ ഉത്താനപാദ രാജാവിന് 2 റാണിമാരുണ്ടായിരുന്നു. അവരിൽ 2 പുത്രന്മാരും. സുനീതിയിൽ ധ്രുവനും സുരുചിയിൽ ഉത്തമനും. ഒരു ദിവസം ഉത്തമന്റെ കൂടെ രാജാവിൻ്റെ മടിയിലിരിക്കുവാൻ വാശി പിടിച്ച ധ്രുവനോട് സുരുചി കുത്തുവാക്കു പറഞ്ഞു. രാജാവിൻ്റെ മടിയിലിരിക്കണമെങ്കിൽ നീ തപസ്സിരുന്ന് എൻ്റെ മകനായി പിറക്കണം, കാരണം നീ സുനീതിയുടെ മകനാണ്. ഈ വാക്ക് ധ്രുവന്റെ മനസ്സിന് എന്തെന്നില്ലാത്ത വേദന സമ്മാനിച്ചു. അങ്ങനെ അവൻ തപസ് ചെയ്യുവാൻ തീരുമാനിച്ചു. ധ്രുവൻ അമ്മയെ സമീപിച്ചു. അമ്മ തടഞ്ഞില്ല. വനത്തിലേക്ക് തിരിച്ച ധ്രുവൻ വഴിയിൽ വെച്ച് നാരദ മഹർഷിയെ കണ്ടുമുട്ടി. മഹർഷി വനത്തിന്റെ ഭീകരതയും തപസ്സിന്റെ കാഠിന്യവും പറഞ്ഞ് ധ്രുവനെ പിന്തിരിപ്പിക്കുവാൻ പരിശ്രമിച്ചു. എന്നാൽ ധ്രുവന്റെ പിടിവാശിയും നിശ്ചയദാർഢ്യവും കണ്ട് ഈ ക്ഷത്രിയന്മാരുടെ ഒരു വാശി എന്ന് അത്ഭുതം കൂറി നാരദൻ ആ ബാലനെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിക്കുവാൻ ഉപദേശിച്ചു. അങ്ങനെ ധ്രുവൻ കൊടുങ്കാട്ടിന്റെ മധ്യത്തിലെത്തി അവിടെ തപസ് തുടങ്ങി. ധ്രുവന്റെ തപസ്സിന്റെ കാഠിന്യം മൂലം 3 ലോകങ്ങളും സ്തംഭിച്ചു തുടങ്ങി. ആദ്യം 3 ദിവസത്തിലൊരിക്കൽ, പിന്നെ ആഴ്ചയിലൊരിക്കൽ എന്നിങ്ങനെയായിരുന്നു ഭക്ഷണം. അവസാനമായപ്പോഴേക്കും പരമാവധി ഭക്ഷണം ഒഴിവാക്കി. വായു മാത്രം പോലും ശ്വസിക്കാതെ അവൻ തപസ് ദീർഘമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. ആ കഠിനമായ തപസ് കണ്ടിട്ട് ഭഗവാൻ വിഷ്ണുവിന് പ്രത്യക്ഷപ്പെടാതിരിക്കാൻ പറ്റുമോ? 6 മാസം കൊണ്ട് ഭഗവാൻ പ്രത്യക്ഷനായി. ഭഗവാനെ മുന്നിൽ കണ്ടപ്പോൾ ധ്രുവന് വാക്കുകൾ കിട്ടിയില്ല. ഈ സമയത്ത് ഭഗവാൻ എന്തു ചെയ്തു? തൻ്റെ ശംഖു കൊണ്ട് ധ്രുവനെ സ്പർശിച്ചപ്പോൾ ധ്രുവന്റെ വായിൽ നിന്ന് ഭഗവാനെ കുറിച്ചുള്ള സ്തുതികൾ അങ്ങനെ അലയൊലിച്ചിറങ്ങി. ഭഗവത് ദർശനത്തിനു ശേഷം മടങ്ങിയെത്തിയ ധ്രുവൻ സൽസ്വഭാവിയും സൽഗുണസമ്പന്നനുമായി അവനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. ഇതേ സമയം ധ്രുവചക്രവർത്തിയോട് യക്ഷരാജാവായ കുബേരന് സന്ധി ചെയ്യേണ്ടി വന്നു. കാരണം തൻ്റെ സഹോദരനായ ഉത്തമനെ യക്ഷരാജാവ് കൊന്നുകളഞ്ഞു. ആ യക്ഷപ്പടയോട് യുദ്ധം ചെയ്ത് സകലരെയും തോൽപ്പിച്ച ധ്രുവനോട് കുബേരന് തന്നെ സന്ധി ചെയ്യേണ്ടി വന്നു. കുബേരന് ധ്രുവനെ അംഗീകരിക്കേണ്ടി വന്നു. ദീർഘകാലം രാജ്യം ഭരിച്ച ധ്രുവൻ തൻ്റെ ശരീരം വെടിഞ്ഞ് പ്രപഞ്ച കേന്ദ്രമായ നക്ഷത്രമായി സ്ഥിതി ചെയ്യുന്നു. 2 മാതാക്കളും സഹോദരനുമൊപ്പമാണ് ധ്രുവൻ ദിവ്യലോകത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ധ്രുവ നക്ഷത്രം, നമ്മൾ എന്നും തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളിൽ വലിയ നക്ഷത്രത്തെ നമ്മൾ പറയുന്നൊരു പേരാണത്, ധ്രുവ നക്ഷത്രം. ആ ധ്രുവൻ ഇതാണ്. ആ ധ്രുവനെ നാം വന്ദിക്കുന്നു എന്ന് ഏകാത്മതാ സ്തോത്രം പഠിപ്പിക്കുന്നു. സജ്ജനങ്ങളെ, 12ാമത്തെ ശ്ലോകം നാം ഇതോടുകൂടി പഠിച്ചു കഴിഞ്ഞു. നാളെ നമുക്ക് 13ാമത്തെ ശ്ലോകമാണ്. ഹനുമാൻ ജനകോ വ്യാസോ എന്ന് തുടങ്ങുന്ന ശ്ലോകമാണ് ചിന്തിക്കേണ്ടത്. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.